നിങ്ങൾ രണ്ടുപേരും തിരക്കിലാണോ? അല്ല എന്ത് സംസാരിക്കല്ല, അപ്പൊ അതിന്റെ ഇടയിൽ കയറി ഇന്ററപ്റ്റ് ചെയ്ത പോലെ ആയോ ചോദിക്കുന്നുണ്ട്. എന്റെ പേര് അഫ്നാസ് കേട്ടോ. എന്റെ പേര് അഫ്നാസ്. ഞാൻ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ആദ്യത്തെ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു പാർട്ടാണ് നിങ്ങളും. അപ്പോൾ എന്താണ് ഒന്നും ചോദിക്കുന്നില്ല, എന്താ സാധനം ഒന്നും ചോദിക്കുന്നില്ല. യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡൗട്ടൊന്നുമില്ല, ക്യൂരിയസ് അല്ല തീരെ. അതെ, അത് ചോദിക്കുന്നില്ല, അതേ ഞാൻ ചോദിച്ചത്. അപ്പൊ പേരെന്താ പറയണ്ടേ? കോസ്മിക് കോൺവെർസേഷൻ എന്ന പേര്. കോസ്മിക് കോൺവെർസേഷൻസ്. നമ്മുടെ എവരി പേഴ്സൺ ഈസ് എ യൂണിവേഴ്സ് എന്നാണല്ലോ. അല്ല, അങ്ങനെയാണ് ചിലരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അത് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് സ്റ്റോറീസ് ഉണ്ട്. താങ്കളുടെ ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കും, താങ്കളുടെ ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കും, കുറെ സ്റ്റോറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. എൻ്റെത് എൻ്റെ വേറെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പൊ ആദ്യത്തെ വീഡിയോ ആണ്. സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, നമുക്ക് ചെയ്തു നോക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ റിയൽ കോൺവെർസേഷൻ. ഇപ്പൊ ഞാൻ തന്നോട് ചോദിക്കുക, താൻ ഹാപ്പി ആയിരുന്നു 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ റാൻഡം ടോപ്പിക്, റിയൽ കോൺവെർസേഷൻ ഫ്രം റിയൽ പീപ്പിൾ. അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ. നിങ്ങൾ വെറുതെ ഒന്ന് നോക്കി നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്ക്. ഇൻട്രസ്റ്റഡ് അല്ലേ? വലിയ ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഇല്ലല്ലോ അല്ലേ? ഞങ്ങൾ ഇതിലൂടെ നടക്കണല്ലേ. നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇതുണ്ടാവില്ല, മെന്റൽ പ്രഷർ അല്ല, എന്തൊരു ഇതില്ല നമ്മുടെ ഈ ഇതുമായിട്ട് ഒത്തുചേരണ്ടേ, ഒന്ന് സിങ്കായി വരാന്. സിംഗ എന്താ അത്, അതായി വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു നിങ്ങൾ ഇതൊന്ന് പിടിക്കണം, എന്നാലേ കേക്കുള്ളൂ, അല്ലെങ്കിൽ കേക്കില്ല. അല്ല അതെ അല്ല, അടിക്കുന്നില്ല, വിട്ടുപോയി നമ്മൾ വിഷയത്തിന് തെന്നി മാറി. നമുക്ക് വേണമെങ്കിൽ ഒരു റിയൽ കോൺവെർസേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, ഒരു മോട്ടിവേഷനോ എന്തെങ്കിലും ഇൻസ്പിറേഷൻ, ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ. നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? എന്തെങ്കിലും എന്താ പഠിക്കണേ? ബിടെക് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് ഏത്? ഇലക്ട്രോണിക്സ്. ഗുഡ്. ഞാൻ ചേട്ടനോ എന്നെ കണ്ട അത്ര പ്രായം തോന്നിക്കുന്നുണ്ട്? അല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചാ. നിങ്ങളെ കണ്ട പ്രായം തോന്നിക്കില്ല, ബിടെക് ഒക്കെ പോലെ തന്നെ. എന്നെ കണ്ടാലും അതുപോലെയൊക്കെ തന്നെയല്ലേ അല്ലേ? പല പഠിച്ചു കഴിഞ്ഞു. ഞാൻ ജിയോളജി പഠിച്ചു, MS ഇൻ അപ്ലൈഡ് ജിയോളജി വിത്ത് എ ഗ്രേഡ്, സീരിയസ് ആയിട്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ വർക്ക് ചെയ്യാം അവിടെ, നമ്മുടെ ഇവിടെ തന്നെ. അപ്പൊ അതിന്റെ ഇടയിലാണ് എൻ്റെ ഈ പരിപാടി ഒന്ന് നോക്കിയാലോ വിചാരിച്ചു. മോട്ടീവ് ഒന്നുമില്ല, കുറെ പേര് ഇങ്ങനെ പറഞ്ഞു വെറുതെ ചെയ്തു നോക്കി കൂടെ, കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കും, കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമില്ലല്ലോ. അല്ല, ഇന്റലക്ച്വൽ ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങാൻ വിചാരിച്ചു. നമ്മള് വിട്ടുപോയിട്ടോ, ടോപ്പിക്കിന്ന് വിട്ടുപോയി. കോസ്മിക് കോൺവെർസേഷൻ അല്ല, ഞാൻ പറഞ്ഞുതരാം. അറ്റിന്നടിക്കോ? അറ്റ് കോസ്മിക് കോൺവെർസേഷൻസ്. സ്പേസ് ഒന്നും വേണ്ടേ? നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. പേര് ശ്രേയം, ആഷിക. നിങ്ങൾ ഇവിടെ തന്നെയാ? ഇവിടെ നടക്കുന്നല്ലേ? പാരലൈസ് ആയിട്ടുണ്ട് ഇതുവരെ. ഇങ്ങനെ ഈ ഉറക്കത്തില് ഡ്രീം കണ്ടിട്ട് ഇത് ഡ്രീം ആണെന്ന് മനസ്സിലാവും. ഇത് അപ്പുറത്ത് വേറൊരുത്തം കിടക്കുന്നുണ്ട്, പക്ഷെ വിളിക്കാനൊന്നും കഴിയില്ല. ഇങ്ങനെ അരങ്ങാണ്ട് എനിക്ക് ഒരു മാസം മുന്നേ അങ്ങനെ സംഭവിച്ചു റൂമിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂറൊക്കെ തട്ടിയിട്ടുണ്ട് തോന്നുന്നു. ഞാൻ അവസാനം കാലോട് തട്ടി വിളിച്ച് അപ്പളേ ഒന്ന് റിയാലിറ്റിയിലേക്ക് വന്നേ. എന്തോ കണ്ടിട്ട് ഏതൊരു വേറെ വേൾഡില് നമ്മൾ ഗെയിമിൽ വെട്ട പോലെ, എന്താ പറയുക, ഒരു ഗെയിം ഇട്ടോ. ഇപ്പൊ നമ്മുടെ ഈ സാൻ ആൻഡ്രിയസ് ഒക്കെ അല്ലേ, അതുപോലത്തെ വേറെ ഗെയിം, പക്ഷെ ഫുൾ ഡാർക്ക് ഷെയ്ഡ്. ഞാനെന്തോ പിന്നെയും അതിലെന്നെ ലൂപ്പില് അതെന്നെ കണ്ടുകൊണ്ടിരിക്കുക, അറിയില്ല എന്താന്ന്. പിന്നെ അതിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചാല് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, പൊതുവെ സ്വപ്നം കാണുന്നത് എന്തായിരിക്കും, അതിന്റെ കാരണം എന്താ? അത് നമ്മളിപ്പോ കാണുന്നത് എങ്ങനെയാ, നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്തിട്ട് അതൊരു ഇമേജ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ അതുപോലെ കാണാണ്ട് ബ്രെയിൻ എന്തെങ്കിലും സെൻസ് ചെയ്ത്, എനിക്ക് അറിയില്ല. നിങ്ങൾ ബയോളജി പഠിച്ചല്ലേ? അല്ല, ഡ്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിയേർഡായിട്ടുള്ള, വിയേർഡല്ല, ഐ മീൻ അത്ര ഒരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു കോമൺ ഇരുന്നോട്ടെ. ഡ്രീം എന്ന് പറയുമ്പോ ലൈക്ക് അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. റാൻഡം തിങ്സ്, വിയേർഡ്,
എന്തോ എന്തോ സംഭവിക്കുന്നു ആൻഡ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, പിന്നെ പിറ്റേ ദിവസം എണീക്കുന്നു ആൻഡ് റിയാലിറ്റി ആ അത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മറന്നു പോകുന്നു. മറന്നു പോവും. പക്ഷെ ആ സമയത്ത് അത് ഫീൽസ് ലൈക്ക് റിയൽ ആയിട്ട് തോന്നുന്നു. ആ അപ്പൊ ഞാൻ വെച്ചു അതിനെ പറ്റിയൊക്കെ അതിനെ പറ്റി അത് ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോ മറ്റേ ഡ്രീം ആണെന്ന് എനിക്ക് മനസ്സിലായി, മറ്റേ ആസ്പിറേഷൻ ഡ്രീംസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു കാർ മേടിക്കണം, ആ ആ ഡ്രീം ആയിരുന്നു ആ ഡ്രീം. പക്ഷെ ഇത് കിടിലനായിട്ടോ ഇത് വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ ലൈക്ക് എല്ലാ സംഭവങ്ങളും എനർജി വെച്ചല്ലേ ഉണ്ടാക്കുന്നത്, ലൈക്ക് ആറ്റംസ്. പക്ഷെ തോട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്നൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഇത് വായിച്ചത്. അതെ അതെ നമ്മള് അതെ അതെ അതുണ്ടല്ലോ, കുട്ടി കുറെ നോളജ് ഗെയിൻ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ആ സാധനം കയറി വന്നാ. പക്ഷെ വേറെ ആൾക്കാർ വായിക്കുമ്പോ അങ്ങനെ തോന്നണമെന്നില്ല. സംഭവം അടിപൊളിയായിട്ടോ, ഐ റിയലി അപ്രീഷിയേറ്റ് സംഭവം അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയി ശരിക്കും. കുറെ പേര് അല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ ഒരു ടോപ്പിക് അല്ല കോസ്മിക് കോൺവെർസേഷൻ വാസ്റ്റ് സ്പേസിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ നമ്മളിങ്ങനെ കോൺവെർസേഷൻ റിയൽ മൊമെന്റ്സ് വിത്ത് റിയൽ പീപ്പിൾ, നമ്മളെ എല്ലാരും അങ്ങനെ ഇതാണല്ലോ. പക്ഷെ ഇത് സംഭവം കൊള്ളാം, ഡ്രീമിനെ കുറിച്ച് പറഞ്ഞേ അല്ലേ കുട്ടി. എന്ത് തോന്നുന്നു, നിങ്ങൾ ഒരേ ക്ലാസ് പഠിക്കുന്നവരല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ നാട്ടിൽ വന്നാണ് ഇവിടെ, അപ്പൊ മീറ്റ് ചെയ്തതാണ് അല്ലേ? ഓ ഇവിടെ പഠിക്കുന്നത് അല്ല, ജസ്റ്റ് ഇങ്ങനെ കൊറേ കാലമായി കണ്ടിട്ട്. അപ്പൊ ശരിയാ. എന്താ ഇനി ഭാവിയില് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാനാണ് ഈ യൂട്യൂബ് ഇതില്ലേ ഇപ്പൊ ശ്രേയല്ലേ, ശ്രേയ അനുസരിക്കും. ശ്രേയ പറഞ്ഞില്ലേ ഇപ്പൊ ഡ്രീമിനെ കുറിച്ച്, അതൊരു സംഭവം ശരിക്കും നമ്മളൊക്കെ ആലോചിക്കേണ്ടല്ലേ. നമ്മൾ വിട്ടുപോകുന്ന കുറെ കാര്യങ്ങളില്ലേ നമ്മളെ ജീവിതത്തിൽ, അതുപോലത്തെ ഒരു കാര്യം. ചില ആൾക്കാരോട് അത് പറഞ്ഞാൽ അവർ വിചാരിക്കും ഇതെന്ത് ഇതൊക്കെ സംസാരിച്ചിരിക്കണേ. ശരിക്കും നമ്മളല്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും സംസാരിച്ച ഒന്നുകൂടെ മൈൻഡ് അല്ലേ, മൈൻഡ് അല്ല ബ്രെയിൻ ഒന്നുകൂടെ വർക്ക് ചെയ്യിപ്പിച്ച് റെഡി ആക്കാല്ലേ. കോമൺ തോട്ട്സിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ. അതെ അതെ എന്തെങ്കിലും പറയാനല്ല, ഞാനും ആദ്യമായിട്ട് വീഡിയോ എടുക്കണേ. അല്ലേ, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞു വളർന്ന് അപ്പയൊക്കെ നല്ല സ്വാധീനിക്കുന്നുണ്ടാവും ആ എൻവയോൺമെന്റും. അല്ലെ മറ്റേ സാധനം കേട്ടിട്ടില്ലേ നിങ്ങള്, ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് എൻവയോൺമെന്റ് ഹോർമോൺസ് ആണെന്നില്ല, കേട്ടിട്ടില്ല? അതായിരിക്കും അല്ലേ. ഹിന്ദുക്കൾക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, നക്ഷത്രം മറ്റേ ചൊവ്വ ദോഷം ശനി, അതില് എനിക്ക് അത്ര ഇതില്ല. അതും ഇതും സെയിം തന്നെ ഇല്ല. അങ്ങനെ നോക്കിയിട്ട് കല്യാണം കഴിക്കാത്തവരൊക്കെ ഇല്ലേ, കല്യാണം ഈ മറ്റേ ലിയോ ചേരും. ലിയോ എന്തോ അതെനിക്ക് അറിയില്ലല്ലോ. അത് നിനക്കറിയില്ലല്ലോ, അപ്പൊ കൊറേ പേർക്ക് അറിയില്ല കേട്ടോ. കൊറേ പേർക്ക് അറിയാം. അത് കൊറേ പേരെന്താ അറിയോ, അറിയില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അവര് സീക്രട്ട്ലി നോക്കുന്നുണ്ട്. ഞാനാ പറയുന്നത്. അതെ അതെ അങ്ങനെ ചെലപ്പോ നോക്കുന്നുണ്ടാവും. അല്ല നോക്കുന്നുണ്ട്. ഇൻട്രോവേർട്ട് ഒന്നല്ല കേട്ടോ അത് തുടക്കത്തിലുണ്ടായിരുന്നല്ലേ. അതെ ആംബിവേർട്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു പേരുണ്ട്, അത് ഞാൻ മറന്നു ശരിക്കും. അതാ സംഭവം. അല്ലെങ്കിൽ അങ്ങനെ നമ്മള് സ്ട്രേഞ്ചേഴ്സ് ഇങ്ങനെ ആരും വന്നിട്ട് സ്വാഭാവികം. എനിക്കുണ്ടോ പ്രശ്നം, എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നപ്പോ നിങ്ങൾ എങ്ങനെ പെരുമാറും, നിങ്ങളുടെ ആ അപ്രോച്ച് എങ്ങനെയായിരിക്കും നോട്ട് ചെയ്തില്ല, വേണ്ടാണ് വിചാരിച്ചത്. നിങ്ങൾ ആ സമയം ഞാൻ എടുത്തു അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ചിന്തിച്ചപ്പോ നമ്മള് പെട്ടെന്ന് കഥകള് കൊറേ പറയാനുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്തൊരു കഥ പറയില്ലായിരുന്നു വന്നപ്പോ. അപ്പൊ അല്ലേ എന്തോ കഥ പറഞ്ഞിരിക്കില്ലായിരുന്നു, അത് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങളെ പേര് അത് ശരിക്കും മോശമല്ലേ ശരിക്കും? അല്ല എനിക്ക് അല്ല അത് ഇനി പറയാലോ, അല്ല ഇനി പറയാലോ, അല്ലെ പറയാൻ പറ്റില്ല. ഞാൻ ഇനി പിന്നെ വരില്ല. ഇനി നിങ്ങൾ തന്നെ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ. കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മൾ അടുത്ത എന്താ സംസാരിക്കുന്നതെന്ന് അറിയാം. നിങ്ങളുടെ കോളേജ് മുത്തൂറ്റ് മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജ്, മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ? അങ്ങനെയല്ലേ പേരുള്ളൂ അല്ലേ? അറിയില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങളെ അറിയാലോ, ശ്രേണി ആൻസി എവിടെ ഇവിടെ അല്ല, ഞാൻ കർണാടകയിലാണ് പഠിച്ചത്. ഗുൽബർഗ എന്ന് പറയും, നോർത്തേൺ കർണാടക.
കന്നഡ ഒന്നും അറിയില്ല. കന്നഡ മനസ്സിലാവും, കന്നഡ ಗೊತ್ತಿಲ್ಲ, കന്നഡ വരില്ല, പക്ഷെ മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് പറയാം. അവിടെ ഇന്ത്യ കൂടുതൽ ആൾക്കാർ സംസാരിക്കുക. അതൊരു വേറെ സ്ഥലം, മൈസൂരൊന്നും പോലെയല്ല, എൻ്റയർലി ഡിഫറെന്റ്. നല്ല അടിപൊളി സ്ഥലമാണ് അല്ലടാ. നിങ്ങള് ഒരുമിച്ച് പഠിച്ച ആ മരുഭൂമി, സെമി ആറിഡ് റീജിയണാ. അപ്പൊ തണുപ്പ് ഇപ്പൊ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇപ്പൊ നല്ല ഇപ്പൊ പിന്നെ നമ്മുടെ ഒരു മാർച്ച് ആവുമ്പോ നല്ല വെയിലായിരിക്കും. ഒരു 45+ ഒക്കെ വരും. 45+. 45. പക്ഷെ നമ്മള് വിയർക്കില്ല, ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് തല ഇറങ്ങി വെയ്യുള്ളൂ എല്ലാരും. എന്നിട്ട് അവിടെ ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെ എല്ലാരും ഹെൽത്ത് സെന്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇടക്കിടക്ക്. അങ്ങനെ അധികം പേരൊന്നും ഇല്ല, ഞാൻ ഒന്ന് എക്സാജറേറ്റ് ചെയ്താ. ഡ്രൈ സെമി ആറിഡ് റീജിയൻ. പക്ഷെ നല്ല രസമാണ് അല്ലേ? മഴയൊക്കെ പെയ്യുമ്പോ നല്ല പുല്ലൊക്കെ പതിഞ്ഞിങ്ങനെ ഒരു സ്വിറ്റ്സർലാൻഡിലും ബ്യൂട്ടി ഇല്ല അതുപോലേക്ക് വരും. സീരിയസ് ആയിട്ട് അല്ലടാ, ആണ് സത്യം. അല്ല സീരിയസ് ആയിട്ട് സ്വിറ്റ്സർലാൻഡിൽ നമ്മളങ്ങനെ മല ഇങ്ങനെ പുല്ല് ഇങ്ങനെ അടിച്ച സ്ഥലമല്ലേ, മഴ പെയ്ത് പുല്ലൊക്കെ ആവുമ്പോ അങ്ങനെയാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്നാലും നിങ്ങള് കഥ പറഞ്ഞോളൂ കേട്ടോ, ഞങ്ങൾ പോവാം. ശ്രേണി അനുസികയിലും കണ്ടതില് വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഹാപ്പി ന്യൂ ഇയർ പറയും നമ്മുടെ പ്രേക്ഷകർക്ക്. ഫസ്റ്റത്തെ വീഡിയോ അധികം പേരും കാണുമെന്ന് അറിയില്ല, ആ 10 സബ്സ്ക്രൈബേഴ്സും. സമയം സ്കോപ്പ് ഉണ്ട് എനിക്ക്, ഞാൻ വിജയിക്കോ ഈ ഫീൽഡില്? ഇല്ല, ഞാൻ വേറെ പ്രൊഫഷണൽ ലൈഫ് വേറെ ഇതുപോലെ ഇപ്പൊ ഡ്രീം പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുക. അല്ല ഞാൻ അങ്ങനെ എടുത്തു പറയല്ല, പക്ഷെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തില്ലേ, അത് കാണുമ്പോൾ ആക്ച്വലി കുറച്ച് മോശമായിട്ട് തോന്നാറുണ്ട്. കാരണം ഈ സമയത്ത് നമുക്ക് ഇവിടെ ഏറ്റവും ആവശ്യമുള്ളത് എംപ്ലോയ്മെന്റ് ഒക്കെ അല്ലേ, അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം എടുക്കുവാണെങ്കിൽ. അതെ, ഭയങ്കര തൊഴിൽ രഹിതരല്ല നമ്മുടെ നാട്ടില് അല്ലേ? ഉദാഹരണത്തിന് അല്ല അങ്ങനെയല്ല, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഭാവിയിൽ. അതിനെ പറ്റിയൊക്കെ സംസാരിക്കും, തൊഴിൽ രഹിതര്, പട്ടിണിക്കാര്. പക്ഷെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഈ ഒരു ജെൻഡർ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയേനെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കോമാളി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? എന്തായാലും എല്ലാവർക്കും അറിയാൻ 2 ജെൻഡറും വേണം. പിന്നെ വെറുതെ തമ്മിലടിയാൻ ഒരു വെറുതെ അല്ലേ, എന്തിനാ എനിക്ക് തലയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന ഒരു ഉള്ളിലൊരു ഹേറ്റർ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ് അത് ചെയ്യരുതേ. ശ്രേയയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു, ഞങ്ങളെല്ലാരും യോജിക്കുന്നു. ഞങ്ങളെല്ലാരും ഇത് എല്ലാവർക്കും എതിരെടുപ്പൊന്നുമില്ല, കുറച്ചു പേരേ ഉള്ളൂ, അതങ്ങനെയാണല്ലോ. അവർക്കും അവരുടെ അഭിപ്രായം അതെ, അത് ശരിയാണ്. പക്ഷെ എന്നാലും കുറച്ചു പേരേ ഉള്ളൂ അങ്ങനത്തെ. സപ്പോർട്ട് ചെയ്യാതിരുന്ന പോരെ. അത് ശ്രേയയുടെ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ഇന്നത്തെ അല്ലേ? അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ താങ്ക് യു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ വീഡിയോ കാണുള്ളൂ ഫ്യൂച്ചറിൽ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോ എന്തായാലും നിങ്ങളുടെ സമയം എടുത്തതിന് വളരെയധികം നന്ദി, കുറച്ച് സമയം തന്നതിന്. അപ്പൊ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ന്യൂ ഇയർ ഇല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഇവന്റെ പേര് അശ്വിൻ റിബൽ. അവ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പേരിട്ടിരിക്കണേ, അശ്വിൻ റിബൽ. സീരിയസ് ആയിട്ട് അവന്റെ അച്ഛനൊക്കെ റിബൽ എന്ന് വിളിക്കാന്ന് പറഞ്ഞത്. അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് വന്ന അശ്വിൻ രാജ് എന്ന് ഒറിജിനൽ പേര്, അശ്വിൻ റിബൽ എന്ന്. അശ്വിൻ അങ്ങനെ ഇന്ന് നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ ഇത്രയും നല്ലൊരു സപ്പോർട്ട് ആൾക്കാരെ കയ്യിൽ നിന്ന്. കുറെ സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടു, മുതിർന്ന ആൾക്കാരെ പരിചയപ്പെട്ടു. ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടുന്ന ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ശരിയായിട്ട് 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആരും പറഞ്ഞില്ലല്ലടാ. എന്നാലും നല്ലൊരു സന്തോഷം തോന്നുന്നു. വെറുതെ ആയി പോയില്ല, ചാർജായി. നമ്മുടെ കൂട്ടുകാരൻ ഫാരിസ് പറഞ്ഞ പോലെ ചാർജായി. ഇനി അടുത്ത വീഡിയോ വൈകാണ്ട് തന്നെ ഉണ്ടാവും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ കാണാം. ബൈ. കോസ്റ്റ്